നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോവോ എന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ ബന്ധം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് എല്ലാവർക്കും സെയിം ആയിരിക്കില്ല. കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, സോ എല്ലാവർക്കും മാച്ച് ആവണം നിർബന്ധമില്ല. ബട്ട് മെജോറിറ്റി എനിക്ക് തോന്നുന്നു മാച്ച് ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. പൈലൊന്നും വെക്കണില്ല. ഓക്കെ, അത് ഇനിയൊരു ദിവസം ചെയ്യാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് നോക്കാൻ പോകുന്നത്, ഞാൻ ഓവറോൾ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ പേഴ്സൺ ഈ ജന്മത്ത് ഓക്കെ നിങ്ങളോട് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുമോ ലൈഫ് ലോങ് എന്ന് നോക്കാം. ഈ ഒരു ജന്മം അറ്റ്ലീസ്റ്റ് നമുക്കതേ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ വിട്ടു പോകാൻ സാധ്യതയുണ്ടോ, അതോ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കണ്ടിന്യൂ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ആ ബന്ധം എപ്പോഴും നിലനിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Three of Pentacles, Nine of Pentacles, Eight of Swords, King of Swords, Queen of Cups, High Priestessum, Four of Wands ഉണ്ട് ഇവിടെ ബോട്ടം. ഓക്കെ, സാറില്ല, ഞാൻ മനസ്സിലായി, സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് തന്നെ പറയാം ആദ്യം. ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഒരു നമ്മൾ പറയില്ലേ, ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. സോ നിങ്ങളുമായിട്ട് ചേർന്ന് ഈ റിലേഷൻഷിപ്പിനെ എപ്പോഴും മുന്നോട്ട് വേണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. എപ്പോഴും വി ഷുഡ് വർക്ക് ടുഗെദർ എന്ന് പറയില്ലേ, വേണ്ട എഫേർട്ട് ചേർന്ന് ഒത്തുചേർന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കും എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അവർ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്, ഇതിൽ എഫേർട്ട് ഇട്ട് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. എൻ്റെ ഇവിടെ 9 of Pentacles ആണ്. സോ തീർച്ചയായിട്ടും ഇതിൽ ഒരു അബൻഡൻസ് ആണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് അബൻഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഗ്രോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് രണ്ടുപേരും ഗ്രോ ചെയ്യും. ഓക്കെ, നിങ്ങളായാലും ശരി, നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി, അത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും. കുറച്ച് പേർക്ക് മേ ബി ഫൈനാൻഷ്യലി ഉള്ള ഗ്രോത്ത് ആയിരിക്കാം കാണുന്നത്, കുറച്ച് പേർക്ക് നമ്മൾ സ്പിരിച്വലി ഉള്ള ഗ്രോത്ത് ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെയായിരിക്കും, വേറെ ആൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഈ റിലേഷൻ കൊണ്ടുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് പേഴ്സണിനും ലൈക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, ആൻഡ് അവർക്കും ആഗ്രഹം അത് തന്നെയാണ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും ഓക്കെ ഈ ബന്ധം വളരണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഓക്കെ, സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ, സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ്. ഓക്കെ, അതായത് കിങ് ഓഫ് സോഡ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബോട്ടം ഡെക്ക് ഫോർ ഓഫ് വൺസും സംതിങ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഒരു മാരേജ് കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. സോ കാണുന്നത് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൺ, ആൻഡ് ഇവിടെ കിങ് ഓഫ് സോഡ്സ് കൂടിയാണ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഇവിടെ കുട്ടികൾ, ഫാമിലി എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നെടുത്തോളൂ. ഹസ്ബൻഡ് ആവണമെന്നില്ല, ഹസ്ബൻഡ് വൈഫ് എന്തും ആവാം. അവരുടെ ബാധ്യതകൾ, അവരുടെ ചുമതലകൾ, ഞാൻ എപ്പോഴും അങ്ങനെ പറയാല്ലേ, ബാധ്യത വേണ്ട, ചുമതല എന്ന് പറയാം. ഓക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ചുമതലകൾ അതിൽ പെട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, അതിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ നിവർത്തിയില്ല. ഓക്കെ, അവരെപ്പോഴും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇത് അവരെ മനസ്സിൻ്റെ തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് എനിവേ, നമ്മളതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കേണ്ട. ഓക്കെ, ബട്ട് ഇവിടെ കിങ് ഓഫ് സോഡ്സ് എനർജിയാണ്. സോ ഡെഫിനറ്റ്ലി അവരൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരീഡ് പേഴ്സൺ എന്ന രീതിക്ക് എടുത്തോളൂ. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളോട് നല്ല ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്കും അങ്ങോട്ടുണ്ട് അവർക്കും ഉണ്ട്. ബട്ട് പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ അവരെ ചുമതലകൾ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് അവർ ആ ഒരു പുറത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഒരു ഇതായിട്ടും ഒരു നേച്ചറാണ് അവർ കാണിക്കുന്നത് നിങ്ങളോട്. ഓക്കെ, ബട്ട് ഫീലിങ്സ് വൈസ് യെസ്, അവർ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണം, അവർക്ക് മുന്നോട്ട് ഇത് വേണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ മേ ബി നമ്മൾ പറയില്ല, ഓപ്പണായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല, കാരണം അവർ ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ, വേറെന്താണ് നോക്കാം. ഈ ബന്ധത്തിൻ്റെ ഒരു മുന്നോട്ട് ഫ്യൂച്ചർ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഇതിൽ ഫ്യൂച്ചർ നമുക്ക് എന്താ കാണുന്നത്? 5 Pentacles, 5 Cups, Magician, Princess of
Swords, 3 of Swords, ഫ്യൂച്ചർ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് എനിക്ക്. ഫ്യൂച്ചർ ഓക്കെ, ഗ്രേറ്റ്, ഫൈൻ. ഓക്കെ, ഞാൻ നോക്കിയത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ആയി. ഇവിടെ 5 of Cups-ഉം 5 of Pentacles-ഉം കാണുന്നുണ്ട്. മജീഷ്യൻ ഉണ്ട് ഇവിടെ. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം എന്ന് തന്നെയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഒരു തരത്തിലും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് അവരുള്ളിൽ കിടക്കുന്നത്, സത്യം പറഞ്ഞാൽ. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വന്നു കാണാം. ചിലപ്പോൾ ഒരു അകൽച്ചയോ സെപ്പറേഷനോ ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഇവിടെ വാച്ച് ചെയ്യും, നിങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സന്റെ പേടിയായിരിക്കാം, എന്നിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ അറിഞ്ഞാലോ എന്ന രീതിക്കുള്ള ഒരു പേടിയായിരിക്കാം. ഇവിടെ 3 of Swords കാണുന്നുണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവും ആക്ച്വലി. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ വല്ലതും വന്ന് കാണാം. ഓക്കെ, നിങ്ങളായിരിക്കാം വാച്ച് ചെയ്ത്, ചിലപ്പോൾ അങ്ങനെയാവാം. നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങൾ അറിഞ്ഞു കാണാം, തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, അങ്ങനത്തെ ആയിരിക്കാം. സോ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നായിട്ട് എനിക്ക് കാണുന്നുണ്ട്. 9 of Wands കാണുന്നതിന്റെ ബ്ലോക്കേജ് മേ ബി കുറച്ച് പേർക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കാണാം, നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു, വോട്ടെവർ. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഓക്കെ, ഈ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങളെ വിട്ടു പോവോ എന്ന രീതിയിൽ നോ, ഒരിക്കലും ഇല്ല. അത് ഉറപ്പിച്ചോളൂ, പോകാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഈ പകർച്ച ഉണ്ടാവാം. ഈവൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും ഒരു സെപ്പറേഷൻ വരാം. അങ്ങനെ വന്നാലും ഓക്കെ, അവർ തിരിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ലാസ്റ്റ് വന്നത് നമുക്ക് Knight of Cups ആൻഡ് 4 of Wands ആണ്. സോ 4 of Wands ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. ഒന്ന്, നമ്മൾ അവരുടെ മാരേജിനെ കുറിച്ച് പറഞ്ഞു, ബട്ട് അതല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം സ്റ്റേബിളായിട്ട് നിലനിൽക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, എന്ത് തന്നെ അപ്പ് ആൻഡ് ഡൗൺ വന്നാലും ശരി, ഓക്കെ, എന്ത് തന്നെ ഇടയിൽ ഹാർട്ട് ബ്രേക്ക് വന്നാലും, എന്ത് തന്നെ സെപ്പറേഷൻ വന്നാലും, എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആ ഒരു Knight of Cups എനർജിയാണ്. Knight of Cups നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടൊരു ഇഷ്ടം, സ്നേഹം എന്ന രീതിക്കാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, ആ പേഴ്സണിന് ശരിക്കും ജെനുവിൻ ആയിട്ട് നിങ്ങളോട് ആ ഒരു താല്പര്യമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട് എന്ന രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകുന്നതായിട്ടൊന്നും എനിക്ക് കാണാനില്ല. യെസ്, കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. സിറ്റുവേഷൻസ് മേ ബി നിങ്ങളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വളരെ സ്മൂത്ത് ആയിട്ടൊന്നും പോവില്ല. ബട്ട് ഈ ബന്ധം അവസാനിക്കുന്നതായിട്ടും എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുക്കാൻ പോകുന്നത്, ഈ ബന്ധം നിലനിൽക്കുമോ ഫ്യൂച്ചറിൽ? നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ ഒരുപാട് കാലം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിലനിൽക്കുമോ ഈ ബന്ധം എന്ന് ചോദിക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് വന്നത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും അവസാനിക്കില്ല. ഇതെന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, യെസ്, ചില സമയത്ത് സൈക്കിൾസ് നിങ്ങളുടെ ഇടയിൽ കുറേ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് വല്ലാതെ അടുക്കും, നിങ്ങൾ ഒരുപാട് അടുക്കും, വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും, ഓക്കെ, സ്നേഹത്തോടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചില സമയത്ത് സെപ്പറേഷൻ വരും. ഓക്കെ, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സമയത്ത് സ്റ്റക്കായി ഫീൽ ചെയ്യും നിങ്ങൾക്ക് തോന്നിയ റിലേഷൻഷിപ്പ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, ഇല്ലേ, എന്താണ് സംഭവം, ഒന്നും അറിയുന്നില്ല. ബട്ട് ഫൈനലി ഓക്കെ, ഇടയ്ക്ക് വിട്ടുപോയാലും ശരി, മാറി നിന്നാലേ ശരി, നിങ്ങൾ തമ്മിൽ ബ്രേക്ക് എടുക്കും. ചില സമയത്ത് കുറച്ച് നിങ്ങൾ ബ്രേക്ക് എടുക്കും, കുറച്ച് അവർ ബ്രേക്ക് എടുക്കും, ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് മാറി നിൽക്കും, ചിലപ്പോൾ അവർ ചെയ്യും. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾ പരസ്പരം സ്റ്റക്ക് തന്നെയാണ്. നമ്മൾ പറയില്ല, എന്താ പറയുക, ഫെവിക്കോൾക്ക് ഒരു ആഡ് ഉണ്ടല്ലോ, ഒരിക്കൽ ഒട്ടിച്ചതാണ് ഇനി വിട്ടുപോയില്ല എന്ന് പറയില്ലേ, ആ രീതിയിലാണ് അവർ നിങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ, അത് എവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ, എന്ത് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായാലും ശരി, എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടായാലും ശരി, കറങ്ങി തിരിഞ്ഞത് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, സൺ കാർഡാണ് ഫൈനലി ലാസ്റ്റ് വന്നിരിക്കുന്നത്. സോ നെവർ എൻഡിങ് എന്ന് തന്നെ. ആക്ച്വലി ഇത് നിങ്ങൾ തമ്മിൽ സൈക്കിൾസിന് വീണ്ടും വന്നുകൊണ്ടിരിക്കും. കാരണം ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും രണ്ടുപേരും ഹീലിംഗ് ആവുന്നുണ്ടാവും. അതിൻ്റെ ഇവിടെ 3 of Cups ആൻഡ് Ace of Pentacles ആണ് ഇവിടെ. Ace of Pentacles ഒക്കെ പറയുമ്പോൾ നമ്മളൊരു മാരേജ് ഓഫറാണ് കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ഓഫറാണ് കാണുന്നത്. ഇവിടെ താഴെ സ്റ്റാർ ആയിരുന്നു, കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ സ്റ്റാർ കാർഡാണിത്. സോ സ്റ്റാർ പറയുന്നത് നമ്മളൊരു ഹോപ്പ്, പ്രതീക്ഷ എന്ന രീതിയിലാണ്. ഇത് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഹീലാവാനുണ്ട് രണ്ടുപേരും. ഓക്കെ, രണ്ടുപേർക്കും പല കാര്യങ്ങളും ലൈഫിൽ നിങ്ങൾ മാറ്റാനുണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സെപ്പറേഷൻ വരും. അത്
ഈ ഓരോ റിലേഷൻഷിപ്പും ഓരോ സെപ്പറേഷനും വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഒന്നാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കി തരുന്നിട്ട് അവരുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ വാല്യൂ അവരും മനസ്സിലാക്കും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ തമ്മിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അടുത്ത് കൊണ്ടുപോയിരിക്കും. ഓരോ അകൽച്ചയ്ക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു പോയിക്കോളൂ. നിങ്ങളിപ്പോൾ തന്നെ ഇതുവരെ പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ പലപ്പോഴും അവർ വിട്ടുപോയി കാണാം നിങ്ങളെ. ഓക്കെ, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കാം. ബട്ട് എന്നാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നിങ്ങളുടെ മനസ്സൊന്നും വിട്ട് കളയാൻ പറ്റില്ല, അവരുടെ മനസ്സൊന്നും വിട്ട് കളയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, ഒരു വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ആൻഡ് വളരെ ശരിക്കും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് എന്ന് വെച്ചാൽ ഓക്കെ, മേ ബി പേപ്പറിൽ എഴുതി സൈൻ ഇട്ടതല്ല നിങ്ങൾ തമ്മിൽ മേ ബി പബ്ലിക്കലി പറ്റില്ലായിരിക്കും, ബട്ട് മനസ്സുകൊണ്ട് നമ്മൾ പറയില്ലേ ആ ഒരു തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വിട്ടൊന്നും പോയില്ല. സൈക്കിൾസ് ഒരിക്കലും നെവർ എൻഡിങ് ആണെന്ന് എടുക്കാം നമുക്കത്. ആക്ച്വലി വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് പറയും. സോ എൻഡിങ് ഉണ്ടായാൽ തന്നെ വീണ്ടും ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെയും സണ്ണാണ് വന്ന് ഇവിടെയും സ്റ്റാർട്ടിങ്ങിലും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. സോ ഇടയിൽ വിട്ടുപോലെ ഇതൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഈ ബന്ധം സ്ട്രോങ് ആക്കുകയുള്ളൂ, ഒരിക്കലും അത് അറ്റുപോകുന്ന തരത്തിലായിരിക്കില്ല. നിങ്ങളുടെ ഉള്ളിലെ പേടികളാണത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി വരും ദറ്റ് ഓക്കെ ഇത് പേഴ്സൺ പോയി കഴിഞ്ഞാൽ പോവും എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ പേടി തോന്നുകയാണ്. നിങ്ങളിത് പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി നോക്കൂ. സോറി, ലവ് കോങ്കേഴ്സ് ഓൾ. സ്പിരിച്വൽ, യെസ്, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. ഞാൻ ഇത് വെക്കുന്നു. ഓക്കെ, ഇത് രണ്ടും എടുക്കുന്നുണ്ട് ബിക്കോസ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ളത് ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങളെ പലതും പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ബന്ധം, എന്താണ് ഒരു അൺകണ്ടീഷണലി നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ആള് കൂടെ ഉണ്ടോ ഇല്ലേ, എന്നാലും നിങ്ങൾ അവരെ അത്രയും നിങ്ങളെ മനസ്സിൽ നിന്ന് വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലേ. അതൊരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾ എത്തിച്ച ഒരു ബന്ധമാണ്. നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ അതും ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ ആവുന്നുണ്ടാവും. മേ ബി പ്രാർത്ഥനകൾ, യൂണിവേഴ്സൽ ബിലീഫ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ലവ് കോൺകേഴ്സ് ഓൾ എന്ന് പറയുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഏറ്റവും മേലെ നിൽക്കുന്ന ലവ് അല്ലേ. സോൾ അഗൈൻ, ഓ മൈ ഗോഡ്, ഇപ്പം കാർഡ്സ് എന്തൊരു കഷ്ടം. സോൾ എന്ന് കാണുന്നുണ്ട്. യുവർ സോൾ ഇസ് പ്രിപ്പയറിംഗ് ടു റീകണക്ട്. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ, സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് എൻഡായി പോവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ റീകണക്ട് ചെയ്യും. the power of love is like a magnet drawing souls together. ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയില്ല. ആ സോളിലെ കണക്ഷൻ അവിടെ ഉണ്ട്, ഡീപ്പായിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. ചാലഞ്ചസ്, യെസ്, ഓൾ ട്രൂ സോൾ കണക്ഷൻസ് ഇൻവോൾവ് ചാലഞ്ചസ് that can be overcome together. ഓക്കെ, നിങ്ങൾ പരസ്പരം, അത് ഞാൻ നേരത്തെ പറഞ്ഞു, സഹകരിച്ച് മുന്നോട്ട് നമ്മൾ ഒന്നിച്ച് ശ്രമിച്ച് മുന്നോട്ട് പോകാമെന്ന്. യെസ്, അത് തന്നെയാണ് പറയുന്നത്. ചാലഞ്ചസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒപ്പം നിന്നിട്ടായിരിക്കില്ല, എന്നാലും നിങ്ങൾ നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യും, അവരവരുടെ മേലെ വർക്ക് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ചാലഞ്ചസ് ഓവർകം ചെയ്യാനും സാധിക്കും. ടെലിപ്പത്തിക്, യെസ്, നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് അത്രയ്ക്ക് കിട്ടിയെന്ന് വരില്ല, ബട്ട് നിങ്ങൾക്ക് കിട്ടും കൂടുതലും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ചില സിങ്ക്രോണിസിറ്റീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഏഞ്ചൽ നമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, സൈൻസ് കാണാം, സിങ്ക്രോണിസിറ്റീസ് കാണാം. അതൊക്കെ നിങ്ങൾക്കൊരു സൈൻ തരാണ്, അതായത് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ ആണ് എന്നുള്ളത്. ആക്ച്വലി ബി റെഡി ടു റിസീവ് വാട്ട് ഫേറ്റ് ഹാസ് പ്ലാൻഡ് ഫോർ യു. നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ്. നോ കോൺടാക്ട് ഉള്ളവർക്ക് ഒരു മെസ്സേജ് വരും, അല്ലാത്തവർക്കും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു മെസ്സേജ് തരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ റിജോയ്സ്, എംബ്രേസ് യുവർ ലവിങ് കണക്ഷൻ ആൻഡ് റിജോയ്സ്. ഹാപ്പി ആയിട്ടിരിക്കൂ എന്നാ പറയുന്നത്. സെപ്പറേഷൻ ഉണ്ടാവും, എന്ത് തന്നെ ഇടയിൽ വന്നാലും ഓക്കെ, അത് ടോട്ടലി അങ്ങനെ വിട്ടുപോകുന്ന തരത്തിൽ ഉള്ള ഒരു ബന്ധമല്ല ഇത്. നിങ്ങൾ ചോദിക്കുന്ന ആരെ കുറിച്ചാണോ അവർ. ഓക്കെ, സോ യെസ്, ഇതൊരു ഡീപ്പ് സോൾ കണക്ഷൻ ആണ്. ആൻഡ് യെസ്, സൈക്കിൾസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും, ബട്ട് യു ആർ മെന്റ് ടു ബി ടുഗെദർ. ഞാൻ നേരത്തെ പറഞ്ഞ കോട്ട് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഫെവിക്കോൾ കാ ജോഡ് ഹേ ടൂട്ടേഗാ നെയ്. ഓക്കെ, സോ അതൊക്കെ ഓർത്ത് വെച്ചോളൂ. എനിക്ക് ഈ ധൈര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ, ഞാൻ എപ്പോഴും അതാണ് പറയുന്നത്, നിങ്ങൾ ഈ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ. യു ആർ വർത്ത് ബീയിങ് ലൗഡ്. അവനവനോട് അത് പറയാം. ഓക്കെ, യു ആർ വർത്ത് ഇറ്റ് എന്ന് സ്വയം പറയൂ. നിങ്ങൾ അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കൂ. അപ്പോൾ അവരും ആ വാല്യൂ കാണും. ഓക്കെ, സോ ഇത് ഐ ഹോപ്പ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.